മാതാപിതാക്കളുടെയും ഇടവകക്കാരുടെയും അധ്യാപകരുടെയും വൈദികരുടെയും പ്രതിനിധികൾ തങ്ങളുടെ ജോലികളെല്ലാം മാറ്റിവെച്ച് ഇവിടെ ഈ നട്ടുച്ചയ്ക്ക് സമ്മേളിക്കണമെങ്കിൽ അതിഗൗരവമായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം. അനിവാര്യമായ ഗൗരവതരമായ ഒരു പൊതു യാഥാർത്ഥ്യം നമ്മുടെ ചിന്തയെയും സ്വസ്ഥതയെയും ബാധിക്കുമ്പോൾ നാം പൊതുവായി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലെ ചർച്ചകൾ പോലെ സമൂഹത്തെ രണ്ട് പക്ഷമായി തിരിക്കാൻ നമ്മുടെ ഇന്നത്തെ വിഷയം തീരെ അനുവദിക്കുന്നില്ല. മയക്കുമരുന്നിന് അനുകൂലമായി സംസാരിക്കാൻ കുറ്റവാളികൾ പോലും തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നില്ല. അത് ഗോപ്യമായി വച്ചുകൊണ്ട് അതിൻ്റെ വിപണനം നടത്തുന്നവരുടെ കുടിലതയാണ് നമ്മെ പ്രതിരോധത്തിൽ എത്തിക്കുന്നത്. നമ്മുടെ നിലപാട് മയക്കുമരുന്നിനെതിരെ മതഭേദമന്യേ എന്നുള്ളതാണ്. ഒരു കുട്ടി പോലും ഈ മയക്കുമരുന്നിൽപ്പെട്ട് അപകടത്തിൽ വീഴരുത്. ആർക്കൊക്കെയാണ് കുട്ടികളെ പറ്റി ഉത്തരവാദിത്വം ഉണ്ടായിരിക്കേണ്ടത് എന്നതിൻ്റെ തെളിവ് നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സാണ്. നമ്മുടെ സ്ഥാപനങ്ങളിൽ പല സമുദായങ്ങളിൽപ്പെട്ട കുട്ടികൾ സഹവർത്തിത്വത്തോടെ പഠിക്കുന്നുണ്ട്. അവരുടെയെല്ലാം ഉന്നതി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഉത്തരവാദപ്പെട്ട വലിയ ഒരു ഗണം ആളുകൾ പരസ്പരം അറിയാതെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളുടെ സംരക്ഷകരും ആകാറുണ്ട്. കേരളത്തിൻ്റെ പൊതുശക്തിയും പൊതുസ്വത്തും അതുതന്നെയാണ്. നികുതിദായകരായ ജനങ്ങൾ അത് വാങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാൻ കടപ്പെട്ട സർക്കാർ നിയമപാലനം ജീവിതപ്രദമാക്കിയ നിയമപാലകർ, അധ്യാപക രക്ഷാകർതൃ സംഘടനക്കാർ, അധ്യാപകർ, വൈദികരെയും സിസ്റ്റേഴ്സിനെയും കൂടാതെ സ്ഥാപനങ്ങളിലെ അനധ്യാപകർ, അവരിൽ തന്നെ ശുചീകരണ ജോലികൾ ചെയ്യുന്നവർ, കുട്ടികളെ കൂടുതൽ അടുത്ത് അറിയാവുന്നവരും സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള കച്ചവട സ്ഥാപനങ്ങളിലെയും ഭക്ഷണശാലകളിലെയും ആളുകൾ, ടാക്സി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, പൊതുവാഹനങ്ങളിൽ കുട്ടികൾക്കൊപ്പം സഹയാത്രികരാകുന്നവർ, ഇങ്ങനെ വലിയൊരു ഗണം ആളുകൾക്ക് കുട്ടികളെ നല്ലതുപോലെ അറിയാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരോട് അടുപ്പമുണ്ട്. കുട്ടികൾ വലിയ നിലകളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവരെല്ലാവരും. അതുപോലെ തന്നെ കുട്ടികൾ ഒരു കുറ്റകൃത്യം ചെയ്ത സമയത്ത് അത് തടയാൻ മടിക്കുന്നവർ, അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നറിഞ്ഞിട്ടും കണ്ണടയ്ക്കുന്നവർ, മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിൽ ഏതെങ്കിലുമാണെങ്കിൽ അവർ സമൂഹത്തിന് വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കുലീനത ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വം ആവശ്യപ്പെടുന്ന കുലീനതയുമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഉച്ചനീചത്വങ്ങളോ വലിപ്പച്ചെറുപ്പങ്ങളോ കക്ഷി രാഷ്ട്രീയമോ കുടുംബമഹിമയോ അല്ല. എല്ലാ കുട്ടികളുടെയും നല്ല ഭാവി ആഗ്രഹിക്കുന്നവരാണ് സമൂഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവർ. ഈ തിരിച്ചറിവ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ഇതുപോലുള്ള ഒരു വിപൽ സന്ധിയിലാണ്. കുട്ടികളുടെ ഉന്നതിയെ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു ശ്രേഷ്ഠ വ്യക്തിയാകാൻ സാധിക്കും. അതിൽ ദരിദ്രരും പണക്കാരനുമില്ല, കുലീനരും കുചേലരുമില്ല. ഇത്തരം വ്യക്തിത്വങ്ങളുടെ സഹായമാണ്
നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതപാതയിൽ നിർണായകമാകുന്നത്. അതേസമയം തങ്ങളുടെ ചുമതലകളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് സ്വന്തം കടമ മാത്രമാണെന്ന് കരുതുവാനുള്ള കുലീനത്വം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതിൻ്റെ പ്രകടമായ തെളിവുകളെപ്പറ്റി നമ്മൾ വിശദമായിട്ട് ജയരാജ് സാറൊക്കെ നമ്മളോട് സംസാരിക്കും. മയക്കുമരുന്ന് വഴി കേരളനാട് ലഹരിയുടെ അടിത്തട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കരിന്തിരി കത്തുന്ന കുടുംബങ്ങളാണ് ഈ സംസ്ഥാനത്തെ പലതും. നമ്മൾ അവിടെ നെയ് പകരാനാണ് ഇന്ന് ഈ നട്ടുച്ചയ്ക്ക് ഇവിടെ കൂടിയിരിക്കുന്നത്. ആത്മീയതയും സ്വത്വബോധവും തിരിച്ചറിയാനും സമുദായ ബോധം ഉണർത്താനും ഇത്തരം സമ്മേളനങ്ങൾക്ക് തീർച്ചയായും കരുത്തുണ്ട്. വലിയ ഒരു പറ്റം ആളുകൾ ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ചിലരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഇതൊക്കെ സാരമില്ല എന്ന് പറയുന്നവരും ആ രീതിയിൽ നീങ്ങുന്നവരുമുണ്ട്. പണ്ട് മാതാപിതാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, താടി കത്തുമ്പോൾ അതിനിടയിൽ ഒരു വീടി കത്തിക്കാമല്ലോ എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഇടയിലും നമ്മുടെ സമുദായത്തിലും നമ്മുടെ ചുറ്റുമൊക്കെ കണ്ടേക്കും എന്ന് നമ്മളും മനസ്സിൽ കരുതുന്നത് നല്ലതാണ്. മയക്കുമരുന്ന് വിപണന കേന്ദ്രമായി നമ്മുടെ സമൂഹം മാറുന്നു എന്നത് വലിയ സങ്കടകരമായ കാര്യമാണ്. നമ്മുടെ തുറമുഖങ്ങളിൽ നിന്ന് വിമാനത്താവളങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുന്ന കോടികളുടെ മയക്കുമരുന്ന് ഒട്ടുമിക്ക ദിവസവും നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതിൻ്റെ ഉപയോഗം മാത്രമല്ല വിൽപ്പനകളും നടക്കുന്നുണ്ട്. ലൈംഗിക ചൂഷണം, ആക്രമണം, മോഷണം, കൊലപാതകം, ആത്മഹത്യ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉന്മേഷവും കായികശേഷിയും നഷ്ടപ്പെടുന്ന യുവ തലമുറയെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുട്ടികളെ ഇതിനെതിരായ പോരാട്ടത്തിലേക്ക് നമ്മൾ അണിനിരത്തണം. ലഹരി വിരുദ്ധ സമിതികൾ രൂപീകരിക്കണം. ക്ലാസ്സുകളിലേക്ക് കടന്നു വരുന്ന അപരിചിതരെ നിരീക്ഷണത്തിലേക്ക് നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. നമുക്ക് വലിയ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരമാണിത്. അങ്ങനെ ഒരു ലഹരി വിമുക്ത കൾച്ചർ സംസ്കാരം നമ്മൾ രൂപീകരിക്കേണ്ടത് അത്യാവശ്യമായിട്ട് തീർന്നിരിക്കുകയാണ്. മാതാപിതാക്കൾ പറയുമായിരുന്നു, മുരിങ്ങയെ ഒടിച്ചും മക്കളെ അടിച്ചും വേണം വളർത്താനെന്ന്. മുരിങ്ങക്കായ, മുരിങ്ങച്ചെടി, അതിൻ്റെ കൊമ്പുകൾ നമ്മൾ ഒടിച്ചൊടിച്ച് വിടുമ്പോഴാണ് അത് നല്ലപോലെ വളരുന്നതും അത് ബലസമൃദ്ധി ഉള്ളതായിത്തീരുന്നതും. അതുകൊണ്ടാണ് മുരിങ്ങയെ ഒടിച്ചും മക്കളെ അടിച്ചും വളർത്തണമെന്ന് നമ്മുടെ പൂർവികർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കാർഷിക മേഖലയോട് ബന്ധപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അധ്യാപകരും വൈദികരും സമർപ്പിതരും എല്ലാം. പാലക്കാരെല്ലാം കൃഷിക്കാരാണ്. ഞാൻ കൊച്ചുനാളിൽ വീട്ടിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു ചൊല്ലാണ്, മണ്ണറിഞ്ഞ് വളം ചെയ്താൽ തിണ്ണയിലിരുന്ന് കിണ്ണം നിറയെ ചോറുണ്ണാം. ഒരു കാർഷിക മേഖലയിലെ ഒരു വാക്യമാണ്. അത് കുട്ടികളോട് നേർക്കുള്ള നമ്മുടെ സംരക്ഷണത്തിലും ഒരുപോലെ ബാധകമാണെന്ന് ഞാൻ കരുതുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ കുട്ടികളെ കാത്തുസൂക്ഷിക്കുന്ന വീടുകൾ, മാതാപിതാക്കൾ, സ്ഫോടക വസ്തുക്കൾ വീട്ടിൽ വെച്ച് കിടന്നുറങ്ങുന്നവരെ പോലെയാണ്. നമ്മൾ ഗൗരവതരമായിട്ട് ആ മേഖലയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്.
ഉണക്കപ്പുല്ല് തീയിലേക്ക് എറിഞ്ഞിട്ടിട്ട് അയ്യോ തീ പിടിച്ചല്ലോ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മളിത് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കണം. വാളെടുത്തല്ല വാക്കെടുത്ത് മക്കളെ തിരുത്തുകയും വളർത്തുകയും ചെയ്യണം. വാക്കുകളിലൂടെ, നമ്മളുടെ നിരീക്ഷണങ്ങളിലൂടെ, തിരുത്തലുകളിലൂടെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർ നമ്മളുടെ മക്കളാണ് എന്നുള്ള ആ ഒരു ബോധ്യം അവർക്കുണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് കൂടെ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. മയക്കുമരുന്നിന് അടിമകളായവരെ കണ്ടെത്തുക, ദുഷ്കീർത്തി പരത്താതെ പറയാതെ അവരെ ചികിത്സിക്കുക, രോഗവിമുക്തരാക്കുക, ഈ മഹാവിപത്തിന് അടിമകളാകാതെ മറ്റുള്ളവരെയും മുന്നറിയിപ്പും കരുതലും നൽകി കാത്തു സൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ മാതാപിതാക്കളുടെ, PTA-യുടെ, വൈദികരുടെ, സമർപ്പിതരുടെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. മയക്കുമരുന്നിന് അടിമകളാകുന്നവരുടെ കുടുംബത്തോട് മുൻപ് വെറുപ്പുള്ളവർ അതിൽ സന്തോഷിക്കാൻ ഈ ദുരവസ്ഥ വലിയ പ്രലോഭനമുണ്ടാക്കിയേക്കാം. പക്ഷേ മറ്റുള്ളവരുടെ തകർച്ച നമ്മുടെയും തകർച്ചയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ട ആരെങ്കിലും മയക്കുമരുന്നിന് അടിമയായാൽ അത് അതീവ രഹസ്യമാക്കി വയ്ക്കാൻ നമുക്ക് 100 കാരണങ്ങൾ ഒരുപക്ഷെ കാണും. ഇവിടെയാണ് നാം ക്ഷമയും സഹോദര്യവും പുലർത്തേണ്ടത്. ആരെയെങ്കിലും രക്ഷിക്കാനോ സംരക്ഷിക്കുവാനോ മുന്നോട്ടിറങ്ങുന്നവരെ വിശ്വാസത്തിലെടുക്കാൻ മടിക്കുന്ന സാഹചര്യവും സംജാതമായേക്കാം. പിന്നീട് അവരോട് കടപ്പാട് ഉണ്ടാകുമല്ലോ എന്നുള്ള ചിന്തയും ഒരുപക്ഷെ ജനിച്ചേക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒരംഗം മയക്കുമരുന്നിന് അടിമയാണെന്ന് കണ്ടാൽ വളരെ കരുതലോടും കരുണയോടും കൂടി ഇടപെടാൻ വേണ്ടിയാണ് നിങ്ങളെ എല്ലാവരെയും ഇവിടെ വിളിച്ചത്. അല്ലെങ്കിൽ കുട്ടികളെ വിളിച്ച് കാര്യം പറയാമായിരുന്നു. നിങ്ങളോടാണ് ഈ കാര്യം പറയേണ്ടത്. നിങ്ങളുടെ കരങ്ങളിൽ കൂടിയാണ് ഈ കുട്ടികൾ നീങ്ങുന്നത്. നിങ്ങൾ ഇടപെട്ടാൽ മാത്രമേ ഈ ദുരവസ്ഥയിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ നമുക്ക് ആവുകയുള്ളൂ. ആ കുട്ടി എൻ്റെ വീട്ടിലെയോ എൻ്റെ ഇടവകയിലെയോ അല്ല എന്ന കാരണത്താൽ അവരെ പറ്റിയുള്ള ഉത്കണ്ഠയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്കാർക്കും സാധ്യമല്ല. ആ കുട്ടിയുടെ മാതാപിതാക്കളുമായി സംസാരിക്കാൻ വിശ്വസ്തരായവരെ ചുമതലപ്പെടുത്താനുള്ള ഉത്തരവാദിത്വമാണ് നമുക്ക് ഓരോരുത്തർക്കും. ആ കുട്ടി നമ്മുടെ പൊതു സ്വത്താണ്. കുട്ടികളുടെ പേര് പറഞ്ഞ്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിക്കാൻ നമ്മളാരും ഇട കൊടുക്കരുത്. ഇതിൽ ഉൾപ്പെടുന്നവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ആദ്യം വിവരമറിയിക്കേണ്ടത് അവരുടെ മാതാപിതാക്കളെ തന്നെയാണ്. നിയമപരമായി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അവകാശപ്പെട്ട സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കൾക്ക് അവകാശവും കടമയുമുണ്ട്. ഇതേപ്പറ്റി സ്ഥലത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. നമുക്കിവിടെ ഉന്നത പദവിയിലിരിക്കുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ സംരക്ഷണവും ഈ നിമിഷവും നമുക്കും കിട്ടുന്നുണ്ട്. പ്രത്യേകമായിട്ട് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, സ്റ്റുഡൻസ് അംബാസഡേഴ്സ്, മയക്കുമരുന്നിനെതിരായ പ്രവർത്തനങ്ങളിൽ കുട്ടികൾ തന്നെ അംബാസഡർമാരായി പ്രവർത്തിക്കുവാൻ സന്നദ്ധരാക്കണം, അവരെ ഒരുക്കണം. അതും ചെയ്യേണ്ടത് ഇവിടെ ഇരിക്കുന്ന ഈ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടവരാണ്. അധ്യാപകരും ഇടവകക്കാരും വൈദികരും ഇത് തീരുമാനിച്ചാൽ നമ്മുടെ സ്ഥലത്തുള്ള മിടുക്കരായ കുട്ടികളുടെ കൂട്ടുകാരെ അവരുടെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് നിങ്ങൾക്ക്
നിയോഗിക്കാനായിട്ട് സാധിക്കും. കുട്ടികളുടെ അംബാസഡേഴ്സുമാർ തങ്ങളുടെ കൂട്ടുകാരെ മനസ്സിലാക്കുവാൻ കൂടുതൽ ശ്രമിക്കും. അവർക്ക് കൂടുതൽ കഴിവുണ്ട്. അവർക്കാണ് ആ കാര്യം ശരിക്കറിയാവുന്നത്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ഗാനമേളകൾ. പാട്ട്, തുള്ളിച്ചാടാനും ആടി പറയാനുമെല്ലാം കുട്ടികൾക്ക് വലിയ കഴിവുകളുണ്ട്. അതിന് മാറ്റം വരണമെങ്കിൽ തത്തുല്യമായ രീതിയിൽ വികാര വിരേചനം നൽകുന്ന സംഗീത പരിപാടികൾ ചെറിയ ഗ്രൂപ്പുകളിൽ സംവാദ രീതിയിൽ നടത്തുവാൻ കഴിയുമോ എന്ന് അധ്യാപകർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സംഗീത രാഗങ്ങളെപ്പറ്റി ഗ്രാഹ്യമുള്ള ഉപകരണ സംഗീതജ്ഞരെ ക്ഷണിച്ച് കുട്ടികളോട് സംവദിച്ചുകൊണ്ട് കുട്ടികളുടെ മാനസിക സംസ്കാരത്തെ വളർത്താൻ സ്ഥാപനങ്ങൾ, അധ്യാപകർ, വൈദികർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അവരുടെ മാനസിക സംസ്കാരത്തെ വളർത്താൻ ഉതകുന്ന സംഗീതം, ചെസ് കളി, മാത്സ്, ക്വിസ് മത്സരങ്ങൾ തുടങ്ങിയവയെല്ലാം നടത്താനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം. മറ്റു കൂട്ടുകെട്ടുകളിൽ നിന്ന് ഗൗരവമായ ബൗദ്ധിക വ്യായാമങ്ങളിലേക്ക് അവരെ വഴി നടത്താൻ ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾക്ക് കഴിവുണ്ട്. ക്രൈസ്തവരായ കുട്ടികൾക്ക് ബൈബിൾ ക്വിസ് മാത്രം പോരാ. ക്രൈസ്തവ ചിന്തകളുടെ കാവ്യരൂപങ്ങൾ അവരിൽ വളർത്താൻ ക്രൈസ്തവ പ്രമേയങ്ങളുള്ള കവിതകളുടെ ശേഖരവും അതിനെ അടിസ്ഥാനമാക്കിയ അക്ഷര ശ്ലോക മത്സരങ്ങൾ പോലെയുള്ള അവസരങ്ങളും അധ്യാപകരും PTA-ക്കാരും കുട്ടികൾക്ക് ഒരുപോലെ ഒരുക്കി കൊടുക്കേണ്ടതാണ്. ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സിനഡിൻ്റെ 4 പ്രഗത്ഭരായ വ്യക്തികൾ ഇവിടെയുണ്ട്. അവരാശംസകൾ പറയും. ബഹുമാനപ്പെട്ട സാറ് നമുക്ക് വേണ്ടി സാമാന്യം ദീർഘമായ ക്ലാസ് എടുക്കും. സാറിൻ്റെ പ്രത്യേകമായ ഒരു വ്യക്തിത്വവും ചിന്തകളുടെ പ്രചാരവും കേരളത്തിൽ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജയരാജ് സാറിൻ്റെ കാര്യമാണ് ഞാൻ പ്രത്യേകമായിട്ട് ഊന്നി പറയുന്നത്. മദ്യം നേരിട്ടുള്ള ആക്രമണമാണ് നടത്തുന്നതെങ്കിൽ മയക്കുമരുന്ന് കൂടുതൽ മാരകമായ ഒളിപ്പോരാണ് നടത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മദ്യവും മയക്കുമരുന്നും ഒരുമിച്ച് കൂടുമ്പോൾ മാനസിക വിഭ്രാന്തിയോട് കൂടിയ സമ്പൂർണ്ണ നാശമാണ് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സംഭവിക്കുന്നത് എന്നും നമ്മൾ തിരിച്ചറിയണം. ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രൗഢോജ്വലമായ ഒരു സദസ്സിനെ ഇവിടെ എത്തിച്ചതിൽ പ്രധാന പങ്കുവഹിച്ചത് പ്രോട്ടോ സിഞ്ചല്ലൂസും നമ്മുടെ ബഹുമാനപ്പെട്ട ഷാജി വെള്ളമരുന്നങ്കലച്ചനും വിൻസെൻ്റ് അച്ഛനും ടിയാങ്കലച്ചനും അങ്ങനെയുള്ള വലിയൊരു ടീമാണ്. അവർ നിങ്ങളെ വന്ന് കണ്ടു, അച്ഛന്മാരെ സന്ദർശിച്ചു. അവർ രാപകൽ ഇതിനു വേണ്ടി അധ്വാനിച്ചു. അതുപോലെ ഈ പാരീഷുകളും ഈ പ്രദേശവുമെല്ലാം നമുക്ക് വേണ്ടി വിട്ടു തന്ന ബഹുമാനപ്പെട്ട തടത്തലച്ചന് നമ്മുടെ കൂട്ടത്തിൽ സ്റ്റേജിലുണ്ട്. എല്ലാവരെയും നമുക്ക് കേൾക്കാം. ഇത് വലിയൊരു സമ്മേളനമായിട്ടെടുക്കണം. ഇതൊരു തുടക്കം മാത്രമായിരിക്കണം. കേരളത്തിലെ എല്ലാ രൂപതകളിലും ഇത് പടർന്ന് പന്തലിക്കണം ഇത്തരം സമ്മേളനങ്ങൾ. അതിനുശേഷം നമുക്ക് വലിയ കൂടിവരവുകളായിട്ട് കേരളത്തിൻ്റെ ഏതാനും ഭാഗത്തെങ്കിലും നടത്തണമെന്നാണ് സിനഡിൻ്റെ ഈ ഫാമിലി ലൈറ്റി വിമൻ കമ്മീഷൻ്റെ ആഗ്രഹം. അതുകൊണ്ടുകൂടിയാണ് അവർ 4-5 പ്രഗത്ഭരായ ആളുകൾ നമ്മോടൊത്ത് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ വാക്കുകളോടെ നമ്മുടെ ഈ വലിയ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.